ഹലോ ഗൈസ്, ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ റൂബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ആക്കുന്നുള്ളത്. അത് വെച്ചാൽ തുടക്കക്കാർക്കൊക്കെ ഭയങ്കര പാടായിരിക്കും റൂബിക്സ് ക്യൂബ് സോൾവ് ആക്കാനൊക്കെ. എനിക്ക് റൂബിക്സ് ക്യൂബൊക്കെ സോൾവ് ആക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ അതാണ് ഞാൻ പഠിച്ചെടുത്ത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതേലോ ഇവിടെ വൈറ്റ് ആക്കണം, ഇവിടെ വൈറ്റ് ആക്കണം, ഇവിടെ വൈറ്റ് ആക്കണം, ഇവിടെ വൈറ്റ് ആക്കണം. ഇവിടെ ഓൾറെഡി വൈറ്റ് ആണ്, അപ്പോൾ നമ്മൾ ഇവിടെ വൈറ്റ് ആക്കണം. ഇവിടെ വൈറ്റ് ആക്കണം. ഇത് നിങ്ങൾ തന്നെ ചെയ്യണം. ഒന്നെങ്കിൽ വൈറ്റിൽ ഇവിടെ എല്ലാം ആക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം. ഇതെനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഇതിന് ഇക്വേഷൻസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇക്വേഷൻ ഉണ്ടാകും, പക്ഷെ എനിക്കത് അറിയില്ല. എന്നാലും നിങ്ങളത് എങ്ങനെയും ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് കണക്ട് ചെയ്യണം. ഇത് റെഡായിട്ടാണ് കണക്റ്റ്. എന്ന് വെച്ചാൽ ഇവിടെ ഈ വൈറ്റിന് താഴെ ഏതാ കളറ്, അത് ഇവിടെ ആയിട്ട് റെഡ് കണക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ സെൻറ്റർ ഈ പൊസിഷൻ എത്ര മാറ്റിയാലും പോവില്ല. അതങ്ങനെയാണ്. നമ്മൾ ഇവിടെയുള്ള വൈറ്റിനെ ഇവിടെ ഈ വൈറ്റിന് താഴെയുള്ള കളറ് കണക്ട് ചെയ്യുക ഇവിടെ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തിരിക്കണം. ഒരിക്കലും നമ്മൾ ഇത് ഇങ്ങനെ തിരിക്കരുത്. അങ്ങനെ തിരിച്ചാലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. എന്നാലും നമ്മൾ ശരിക്കും തിരിക്കേണ്ടത് ഈ സൈഡായിട്ടാണ്. എന്നിട്ട് ഇവിടെ തിരിക്കുക. ഇവിടെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. കണക്ട് ചെയ്യുക. ഈ ഓറഞ്ചായി കണക്ട് ചെയ്യുക, പച്ചയായി കണക്ട് ചെയ്യുക. എല്ലാം കണക്ട് ചെയ്ത് ഗൈസ്. ഇപ്പം ഉണ്ടോ ഇങ്ങനെ കിട്ടി, ഇങ്ങനെ കെട്ടി കാണും. എന്നിട്ട് അവസാനത്തെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വൈറ്റ് കണ്ടുപിടിക്കുക. അതിൻ്റെ വൈറ്റ് കണ്ടുപിടിക്കുക. ഇതെന്താ ഇവിടെ ബ്ലൂ, ഇവിടെ വൈറ്റ്, ഇവിടെ ബ്ലൂ. ഇപ്പം നമ്മൾ ബ്ലൂവിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഇതുണ്ട്, ഇത് ബ്ലൂ ആയിട്ട് കണക്റ്റഡാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇങ്ങോട്ട് തിരിക്കുക, ഇത് മുകളിലേക്ക് തിരിക്കുക, ഇങ്ങോട്ട് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്രയും കണക്ട് ചെയ്ത് കാണും. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അടുത്ത ഇത് ഓറഞ്ചാണ്, ഇവിടെ വൈറ്റ്. ഇപ്പോൾ ഓറഞ്ചിനെ കണക്ട് ചെയ്യുക. അത് ഓറഞ്ചായി കണക്റ്റാക്കി. ഇപ്പോൾ വൈറ്റ് എവിടെയുള്ള ഇവിടെ എന്ന് വെച്ചാൽ അത് ഫേസിലേക്കാണല്ലോ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. അപ്പോൾ ഇവിടെ കണക്റ്റായി. ഇനി അടുത്ത റെഡായിട്ട് കണക്ട് ചെയ്യുക. റെഡായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് തിരിക്കുക. ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ വൈറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു സിമ്പിൾ കാര്യം ചെയ്യാനുള്ളൂ. ഇത് ഇങ്ങോട്ട് പൊക്കുക, ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് കണക്റ്റഡായി ഇവിടെ. അപ്പോൾ ഈ വൈറ്റ് എവിടെയുള്ളത് അങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. പിന്നെ ഒരു ഫില്ലും കൂടെ ചെയ്യാനുള്ളൂ. ആ ഫില്ല് ഇവിടെ ഉണ്ടാവും, കണ്ടോ, അത് കണക്റ്റഡാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ വൈറ്റ് ഇവിടെയല്ലേ, ഈ സൈഡാണ്, ഫേസിലേക്കാണ്. അപ്പോൾ വൈറ്റ് ഇങ്ങോട്ട് തിരിക്കുക. അപ്പോൾ അത് ഇവിടെ അപ്സൈഡ് ഡൗൺ T ആയി കാണും. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ സെക്കൻഡ് ലെയറില്ലേ, ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലെയർ കംപ്ലീറ്റ് ആക്കി. ഇനി സെക്കൻഡ് ലെയർ നമ്മൾ ഫുള്ളും കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ഏതാ കളർ ബ്ലൂ, ഇവിടെ ഏതാ റെഡ്. അപ്പോൾ ബ്ലൂവിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ബ്ലൂവിൻ്റെ ഇവിടെയാണല്ലോ റെഡ്. അപ്പോൾ നമ്മൾ ഇതുണ്ടോ റെഡ് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങോട്ട് തിരിക്കണം, ഇങ്ങനെ തിരിക്കണം. ഇനി അടുത്ത വൈറ്റ് ഇവിടെയല്ലേ. എന്നിട്ട് പഴയ സ്റ്റെപ്പ് പോലെ തന്നെ ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്ത് കണ്ടോ, ഇവിടെ ഓറഞ്ച്, ഇവിടെ ബ്ലൂ, ഇങ്ങനെ ചെയ്യാം. അപ്പം കണ്ടോ, ഇവിടെ ഓറഞ്ച്, ഇവിടെ ബ്ലൂ ഇവിടെ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. അപ്പോൾ കണ്ടോ, ഇവിടെ ഓറഞ്ച് വൈറ്റ്. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മൾ വൈറ്റ് പോകാതെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുൾ എയർ കംപ്ലീറ്റ് ആകാനുണ്ട്, അത് കംപ്ലീറ്റ് ആക്കട്ടെ ബാക്കി. ഇവിടെ ഓറഞ്ച്, ഇവിടെ പച്ച. അപ്പോൾ ഓറഞ്ചിലേക്ക് കണക്റ്റ് ആക്കുക. പച്ച ഇവിടെയല്ലേ. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. ഇനി നമ്മൾ പഴയ സ്റ്റെപ്പ് ഇത് ഇങ്ങനെ ചെയ്യുക. ഇപ്പോൾ സെക്കൻഡ് ലെയർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചും കൂടെ പണിയുണ്ട് ഗൈസ്.
ഇവിടെ ഇവിടെ റെഡ്, ഇത് പച്ച. ഇങ്ങോട്ട് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇതല്ലേ, എന്നിട്ട് പഴയ സ്റ്റെപ്പ് ഇതേ ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. അപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ ഗൈസ്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചിലർക്കൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, അവരത് നോക്കണ്ട. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ യെല്ലോ ക്രോസ് വരണം. ഇവിടെ നേരത്തെ വൈറ്റ് ക്രോസ് ആക്കിയില്ലേ നമ്മൾ നേരത്തെ, അതേപോലെ തന്നെ ഇവിടെ യെല്ലോ ക്രോസ് ആക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിങ്ങോട്ട് തിരിക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് ഇതുണ്ടോ ഈ വൈറ്റിനെ മാറ്റുക, എന്നിട്ട് ഇത് താഴോട്ട് ഇറങ്ങുക. എന്നിട്ട് ഈ വൈറ്റിൽ ഇവിടെ ഇരിക്കുന്ന വൈറ്റ് അത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ യെല്ലോ ആയിട്ടുണ്ടാവും. യെല്ലോ ഇല്ലാത്തവർ ഈ സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് യെല്ലോ ക്രോസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം വൈറ്റ് മുകളിലോട്ടേക്ക് കൊണ്ടുവരാം, ഇങ്ങോട്ട് തിരിക്കുക, എന്നിട്ട് ഇത് താഴോട്ട് കൊണ്ടുവരാം, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവരിക, എന്നിട്ട് 2 തവണ ഇത് കറക്കണം. അപ്പോൾ നമ്മളെ യെല്ലോ ലെയർ ഫിനിഷ് ആയിട്ടില്ലായിരിക്കും. ഇങ്ങനെ കിട്ടിയവർക്ക് വേറെ സ്റ്റെപ്പും കിട്ടിയാലും ചിലർക്കൊക്കെ ഫിഷ് രൂപത്തിൽ കിട്ടി കാണും. ഇത് ഇങ്ങനെ അവർ ഈ സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ വന്നവർ ആ സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ ചെയ്യുവാണ്. ഞാൻ പതുക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ചില വീഡിയോസിലൊന്നും എല്ലാ സ്പീഡിലേക്കും ചെയ്യുക, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന പോലെയാണ് ഞാൻ ഈ തിരിക്കുന്നതൊക്കെ. ഇപ്പോൾ നമുക്ക് ഫിഷ് കിട്ടിയിട്ടുണ്ട്, ഒരു ഫിഷ് എന്നൊക്കെ പറയാം. ഇങ്ങനെ ഒന്ന് കിട്ടിയവർ ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. സെയിം സ്റ്റെപ്പ് തന്നെയാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അത് ഇവിടെ ഫിഷ് കിട്ടി. ഇപ്പോൾ ഫിഷ് കിട്ടിയത് ഇങ്ങനെയല്ലേ? ഫിഷ് ഒരിക്കലും നമ്മൾ ഫിഷ് ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ തന്നെ വെക്കണം. അപ്പോഴാ ഫിഷ് കണ്ടോ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ചെയ്യേണ്ട കാര്യം ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാം, വൈറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇങ്ങോട്ട് ചെയ്യുക, വൈറ്റ് താഴോട്ട് കൊണ്ടുവരിക, ഒന്നുകൂടെ തിരിക്കുക, എന്നിട്ട് ഇങ്ങനെ 2 തവണ കറക്കണം. നമ്മുടെ യെല്ലോ ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതുണ്ടോ, നിങ്ങൾ ചിലർക്കൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഒരു കളർ, ഇവിടെ കളർ, ഇവിടെ ബ്ലൂ. അത് വേറെ കളറാവും, ഇവിടെ വേറെ കളറായിരിക്കും, ഇവിടെ 2 സെയിം കളറായിരിക്കും, ഇവിടെ വേറെ കളറായിരിക്കും. അങ്ങനെ കിട്ടിയ വേറെ ഇങ്ങനെ ചെയ്യുക. ചിലരിങ്ങനെ കിട്ടിയിട്ടുണ്ടാവും, ഇവിടെ 2 ഫില്ലായിട്ടുണ്ടാവും. അവർ ആ കളറിലേക്ക് കൊണ്ടുവരിക, കണക്ട് ചെയ്യുക. ഇവിടെ കണക്റ്റഡ് അല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടിരിക്കുക, എന്നിട്ട് നമ്മളത് ഇത് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറയുന്ന ഇക്വേഷൻസ് ഒന്ന് ചെയ്യണം. ഞാനത് പറയുന്നില്ല, ഞാൻ ചെയ്യുന്ന ആക്ഷൻസ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുക, ഇത് ഈ യെല്ലോ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരിക, എന്നിട്ട് ഇത് തിരിക്കുക, എന്നിട്ട് ഇത് തിരിക്കുക, ഇത് പതുക്കെ തിരിക്കുക, പതുക്കെ ചെയ്താൽ മതി, സാവധാനം. എന്നിട്ട് ഇത് തിരിക്കുക, എന്നിട്ട് ഇത് തിരിക്കുക, ഇത് തിരിക്കുക. ഇപ്പോൾ വൈറ്റായി. ഇപ്പോൾ നമ്മൾ 2 തവണ തിരിക്കണം. ഇപ്പോൾ കണ്ടോ ഇവിടെ യെല്ലോ ആയി, ഒന്നും മാറിയിട്ടില്ല. ഇപ്പോൾ കണ്ടോ ഇവിടെ റെഡ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ പച്ചയായിട്ട് കണക്ട് ചെയ്യണം. ഇപ്പോൾ കണ്ടോ ഇവിടെ പച്ച റെഡ് ഓറഞ്ച്, ഇത് ഫുൾ ബ്ലൂ ആയി. ഇവിടെ ഓറഞ്ച് പച്ച. അപ്പോൾ നമ്മൾ കളർ ഫില്ലായ ഭാഗത്ത് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻസും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യൂബ് സോൾവ് ആക്കി കിട്ടും. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് തിരിക്കുക. ഇത് നമ്മൾ 2 ആണ് തിരിക്കുക, 1 2. എന്നിട്ട് ഇത് ഇങ്ങോട്ട് തിരിക്കുക, എന്നിട്ട് നമ്മൾ ഇത് മാറ്റുക, എന്നിട്ട് ഇതിങ്ങനെ മാറ്റുക, എന്നിട്ട് ഇതിങ്ങനെ മാറ്റുക, പിന്നെ ഇതിങ്ങനെ മാറ്റുക, പിന്നെ ഇതിങ്ങനെ മാറ്റുക, പിന്നെ ഇതിങ്ങനെ മാറ്റുക, പിന്നെ ഇതിങ്ങനെ മാറ്റി, പിന്നെ ഇതിങ്ങനെ മാറ്റി, പിന്നെ ഇതിങ്ങനെ. അപ്പോൾ നമ്മുടെ ക്യൂബ് സോൾവ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ക്യൂബ് സോൾവ് ഇങ്ങനെയായിട്ടുള്ള ഇതാണ്. ഈ
നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പിൻ്റെ പേര് ആഗ്ലോഗ്രിതം, അങ്ങനെ ഒരു പേരാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലാത്തവർക്ക് ഡിസ്ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ.